ഹോളിസ്റ്റിക് ട്രഷർ ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് പപ്പായ പാർട്ട് 1 എപ്പിസോഡ് 22. കേരളത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ. ഇത് മെക്സിക്കോ തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലാണ് പപ്പായ പ്രധാനമായും കണ്ടുവരുന്നത്. മറ്റ് ചില ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും ഇത് വളരുന്നുണ്ട്. പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ ഫലമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മലയാളത്തിൽ തന്നെ കപ്പളം, കപ്പളങ്ങ, കപ്പയ്ക്ക, കൊപ്പയ്ക്ക, കർമൂസ്, കർമ്മത്തി, കപ്പ, കപ്പുക്ക, കപ്പത്തുങ്കായ, കോപ്പക്കായ, കപ്പളങ്ങ, കപ്ലിങ്ങ, കപ്പങ്ങ, പപ്പ, പപ്പയക്ക, പപ്പക്കായ, പപ്പങ്ങ, പപ്പാളി, പപ്പാളിക്കായ, പപ്പാവയ്ക്ക, പപ്പളങ്ങ, പപ്പരക്ക, പപ്പരങ്ങ, ഓമക്ക, ഓമക്കായ, ഓമരിക്ക, കർമൂസ, കറുത്ത കർമ്മത്ത, കർമ്മത്തി, കറുവത്തി, കറുമത്തുങ്കായ, കറുമിച്ചി, ധർമ്മത്തുങ്കായ, ധർമ്മസുങ്കായ, മരമത്തങ്ങ, അണുബെണ്ണുങ്കായ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ ചെറുവൃക്ഷവും ഇതിൻ്റെ പോഷക സമൃദ്ധവുമായ ഫലവും അറിയപ്പെടുന്നു. ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഇനങ്ങൾ ഹണിഡ്യൂ വലിയ കായകൾ തരുന്ന ഉയരം കുറഞ്ഞ ഇനമാണിവ. നല്ല മധുരവും മണമുള്ള വിത്ത് കുറഞ്ഞ കായ്കളായിരിക്കും ഇതിൻ്റെത്. ഇനി വാഷിംഗ്ടണിൽ വലിയ നീണ്ട കായ്കൾ, വിത്ത് കുറഞ്ഞ രൂപത്തിലുള്ള കായ്കളാണിവ. ഇനി അതുപോലെ തന്നെ കോയമ്പത്തൂർ കാർഷിക സർവകലാശാല ഉത്പാദിപ്പിച്ച കുള്ളൻ ഇനം തൊലിക്ക് കട്ടി കുറഞ്ഞ കായ്കൾ വരുന്നതുവയുമുണ്ട്. ഇടത്തരം ഉയരമുള്ള ഇനത്തിലുള്ളവയും 2 കിലോഗ്രാം വരെ ഭാരമുള്ള കായ്കളുള്ളവയും ഉണ്ട്. അതുപോലെ തന്നെ ഇടത്തരം വലിപ്പമുള്ള ചുവന്ന ദശയുള്ള കായ്കളുള്ളവയും ഉണ്ട്. ഇത്തരം വലിപ്പമുള്ള മഞ്ഞ നിറമുള്ള ദശയുള്ള കായ്കളുമുണ്ട്. അതുപോലെ തന്നെ വലിയ കായ്കൾ വിളയുന്ന ഇനവുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുള്ളൻ ഇനം 2 കിലോഗ്രാമോളം വരുന്ന മഞ്ഞ കാമ്പുള്ള കായ്കളും ഉണ്ട്. നന്നായി കായ്ക്കുന്ന ഇനം നമുക്ക് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിൽ പിന്നെ പപ്പൈൻ എന്ന പ്രോട്ടിയസ് എൻസൈംസിനാൽ സമൃദ്ധമാണ് പച്ച പപ്പായ. മാൽസ്യം